അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ശാഖാ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖയുടെ മന്ദിരം JB മാളിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തനങ്ങാടി മേഖലയിലെ നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും കൂടുതൽ മികച്ചതും ആധുനികവുമായ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശാഖ നവീകരിച്ചതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പാക്കുന്ന ആശ്വാസ പദ്ധതി തീർച്ചയായിട്ടും വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇവിടെ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ലിജു പ്രത്യേകം താല്പര്യമെടുത്ത് ഈ പ്രോഗ്രാം ഒട്ടനവധി പരിപാടികൾ സഹകരണ മേഖലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സഹകരണ മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹകരണ ബാങ്കുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ബാങ്കുകളാണ്. ജനങ്ങളുടെ വിശ്വാസവും ഡയറക്ടർ ബോർഡിന്റെ ഭരണസമിതിയിലെ ജനങ്ങളുടെ വിശ്വാസവുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ നിലനിന്നത് ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയും. സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ബാങ്കാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്ക്. എനിക്കറിയാം, ഞാൻ ഈ പെരുന്തൽമണ്ണയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലം മുതൽ ഈ ബാങ്ക് ഇവിടെ സജീവമാണ്. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പുതിയ ബാങ്ക്, പുതിയ ബ്രാഞ്ച്, നവീകരിച്ച ബ്രാഞ്ച്, ഇതെല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഇവിടെ തുറക്കുന്നത്. അതൊക്കെ ബാങ്കിലെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യം ഒരുക്കുന്നതിന് ഈ ഭരണസമിതി കാണിക്കുന്ന താല്പര്യമാണ്. അതിനെ ഞാൻ പ്രത്യേകം ഭരണസമിതിയെ ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞളാംകുഴി അലി അധ്യക്ഷത വഹിച്ചു. 1946 അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് ഐക്യ നാണയ നിധി എന്നുള്ള പേരിൽ വളരെ സ്ഥാപനം ആരംഭിച്ച് അന്ന് ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്ന MP ഗോവിന്ദനായിരുന്നു എന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതിനുശേഷം ഈ ബാങ്ക് ഓരോരോ പടികൾ ചവിട്ടി കയറി ഇന്ന് കേരളത്തിൽ തന്നെ നല്ലൊരു ബാങ്കായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനേക്കാളും ഉഷാറായിട്ട് മുൻകാലങ്ങളെന്ന് വെച്ചാൽ ആയിരുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനേക്കാളും ഉഷാറായിട്ട് നമ്മൾ അങ്ങാടിപ്പുറം ബാങ്ക്. പക്ഷെ പെരിന്തൽമണ്ണ ടൗണാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം ആൾക്കാർ പിന്നെ ആ ഭാഗത്താണുണ്ട്. അതുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ കൂടുതൽ നടന്നു. എന്നിരുന്നാൽ ഇവിടെ മോശമല്ല. 262 കോടി രൂപയോളം ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. 262 കോടി രൂപ അങ്ങാടിപ്പുറത്തുള്ള ഒരു ചെറിയ സർവീസ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴേ അതൊരു വലിയ സംഖ്യ തന്നെയാണ്. ഒരു സംശയമുണ്ട്. പക്ഷേ സങ്കടപ്പെടുന്നൊരു കാര്യം, നമ്മൾ അതിൽ 160 കോടി മാത്രമേ നമ്മൾ കടമായിട്ടുള്ള നാട്ടിലേക്ക് കൊടുത്തിട്ടുള്ളൂ. അത് ശരിയല്ല എന്നാണ് ഭാഷയിൽ സഹകാരി നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. സഹകാരി നമ്മൾ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ പ്രവർത്തനം നമ്മളിവിടെ ലാഭം ഉണ്ടാക്കാനല്ല, ലാഭം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് ഉണ്ടാകുന്നത്. നമ്മൾ ലാഭം ഉണ്ടാക്കുക, അങ്ങോട്ട് വെട്ടിയിൽ കൂട്ടിയൊക്കെ ലാഭം കുറേ കൂടിയെന്ന് പറയുന്നതല്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്ക് ഈ സംഗതികൾ കൊടുക്കുക, സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിനോട് നല്ല പേരുണ്ടാവുള്ളൂ, അവർക്ക് ഗുണമുണ്ടാവുള്ളൂ. ബാങ്ക് സെക്രട്ടറി K. പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻനിര സ്ഥാനം നമ്മൾ നിലനിർത്തുന്നു. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിന്റെയും സാമ്പത്തിക സഹായമില്ലാതെ തന്നെ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകളുടെ ഏറ്റവും ഉയർന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്
ഉപഭോക്തൃ സൗഹൃദ സംവിധാനങ്ങൾ, നവീന ബാങ്കിംഗ് സൗകര്യങ്ങൾ, സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പുതിയ ക്രമീകരണങ്ങൾ എന്നിവയും ചടങ്ങിൽ പരിചയപ്പെടുത്തി. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ഇന്ന് ഉച്ച മുതൽ ഇവിടെ കാത്തിരിക്കുന്ന ഇങ്ങനെയൊരു പരിപാടിയിൽ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ളവരാണ് നമ്മളേവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഷബീർക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ അങ്ങാടിപ്പുറത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. കാരണം മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സഹകരണ ബാങ്കുകൾക്കുള്ള ഒരു അസ്തിത്വം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ആക്സസിബിൾ ആവാന്നുള്ളത്. സാധാരണക്കാർക്ക് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അവരുടെ ദൈനംദിന ബാങ്കിങ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സഹകരണ ബാങ്കുകളുടെ പ്രത്യേകത. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സി സുകുമാരൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പുലിപ്ര, ഹാരിസ് കളത്തിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമൊയ്തീൻ, പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സിദ്ദിഖ് അക്ബർ, പെരിന്തൽമണ്ണ ഓഫീസ് ഇൻസ്പെക്ടർ ജോൺ മാത്യു NM, ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു, വൈസ് പ്രസിഡന്റ് ആന്റണി വാത്തച്ചിറ, മുൻ ബാങ്ക് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അബ്ദുൾ ജബ്ബാർ, എ ഹരി, PV ജോണി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, പുത്തനങ്ങാടി ബ്രാഞ്ച് മാനേജർ ജൌഷത്ത് NP, ബാങ്ക് ഡയറക്ടർ KS അനീഷ് കുമാർ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform.